പോഷൻ പക്വാഡയുടെ ഭാഗമായി ഏപ്രിൽ 13-ാം തീയതി തിങ്കളാഴ്ച സംഘടിപ്പിക്കേണ്ട പരിപാടികളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അന്നേ ദിവസം 4 പരിപാടികളാണ് നമുക്ക് സംഘടിപ്പിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പരിപാടി പ്രീ സ്കൂൾ കുട്ടികൾക്കുള്ള കളിപ്പാട്ട നിർമ്മാണമാണ്. പ്രാദേശികമായിട്ട് ലഭിക്കുന്ന ഓല, ചിരട്ട, മറ്റു വസ്തുക്കൾ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടാണ് കളിപ്പാട്ടം നിർമ്മിക്കേണ്ടത്. കളിപ്പാട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷം അതിന്റെ പ്രദർശനവും സംഘടിപ്പിക്കേണ്ടതാണ്. ഈ പ്രവർത്തനം ജനന്തോളം ഡാഷ്ബോർഡിലെ പ്ലേ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ ഏർലി ഇയേഴ്സ് എന്ന തീമില് DIY ടോയ് മേക്കിംഗ് വർക്ക്ഷോപ്പ് എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം അങ്കണവാടി പ്രദേശത്തെ അമ്മമാര്, കൗമാരക്കാര് എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗ പരിശീലനമാണ് സംഘടിപ്പിക്കേണ്ടത്. പ്രാദേശികമായിട്ടുള്ള പരിശീലകരുടെ സഹായത്താലോ അതല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകളുടെ സഹായത്താലോ ഈ ഒരു പരിപാടി നിങ്ങൾക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. യോഗയുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളും അതിന്റെ പ്രാധാന്യവും ഗുണഭോക്താക്കളിലേക്ക് പങ്കുവെക്കുകയാണ് ഈ ഒരു പരിപാടിയിലൂടെ ചെയ്യേണ്ടത്. ഈ ഒരു പ്രവർത്തനം ജനന്തോളം ഡാഷ്ബോർഡിൽ റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ മിനിമൈസിംഗ് സ്ക്രീൻ ടൈം എന്ന തീമിൽ പ്രൊമോഷൻ ഓഫ് ഔട്ട്ഡോർ ഗെയിംസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആൻഡ് യോഗ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. മൂന്നാമത്തെ പ്രവർത്തനം അങ്കണവാടി പ്രദേശത്തെ ഗർഭിണികൾക്കായിട്ട് ഗ്രോത്ത് മോണിറ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുക. ഈ ഒരു പരിപാടിയിൽ ഗർഭിണികളുടെ ഹൈറ്റ്, വെയിറ്റ് എന്നിവ കൃത്യമായിട്ട് അളക്കുകയും അതുപ്രകാരമുള്ള BMI കണക്കാക്കുകയും ചെയ്യുക. BMI എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോയുടെ ലിങ്കുകൾ ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. BMI കണക്കാക്കിയതിനു ശേഷം BMI ഒരുപാട് കുറവുള്ള ഗർഭിണികൾക്കും BMI ഒരുപാട് കൂടുതലുള്ള ഗർഭിണികൾക്കും ആവശ്യമായിട്ടുള്ള ആരോഗ്യ പോഷണ നിർദ്ദേശങ്ങൾ നൽകുക. അതോടൊപ്പം തന്നെ ഗർഭിണികളുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് വിവരങ്ങൾ പോഷൻ ട്രാക്കറിലെ ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് എന്നതിൽ ഹെൽത്ത് ട്രാക്കിംഗ് എന്ന ഓപ്ഷനിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക. ഈ പ്രവർത്തനം ജനന്തോളം ഡാഷ്ബോർഡിൽ മദർ ആൻഡ് ചൈൽഡ് ന്യൂട്രീഷൻ എന്ന തീമിൽ സ്പെഷ്യൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ക്യാമ്പ് ഫോർ പ്രഗ്നന്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. നാലാമത്തെ പ്രവർത്തനം സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ആണ്. അതായത് ഇന്നേ ദിവസം സംഘടിപ്പിച്ചിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഫോട്ടോയും മറ്റു വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ പോഷൻ പക്വാഡയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുകയും ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ചെയ്യേണ്ടത്. ജനന്തോളം ഡാഷ്ബോർഡിൽ അതർ എന്ന തീമിൽ IEC ഡിസമിനേഷൻ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് പോഷൻ പക്വാഡയുടെ ഭാഗമായി ഏപ്രിൽ 13-ാം തീയതി തിങ്കളാഴ്ച നമ്മുടെ അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കേണ്ടത്. തുടർന്നുള്ള ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ അടുത്ത വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരം വീഡിയോകൾ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോഷൻ മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.